നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് കോൺഗ്രസ് പാർട്ടികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ഇത്തവണ എൻഡിഎക്ക് വോട്ട് ചെയ്യുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ഭരണപക്ഷത്തെയും മാത്രമല്ല പ്രതിപക്ഷത്തെയും ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തും. വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കമാകുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ദേശീയതയുടെ ദേശസ്നേഹത്തിന്റെ ഒരു പക്ഷം, മറുഭാഗത്ത് ദേശവിരുദ്ധതയുടെ പക്ഷം. ഇത് എൻ.ഡി.എ ഒരു ഭാഗത്ത്, LDF UDF മറുഭാഗത്ത്. പക്ഷെ ഓരോ പാർട്ടിക്കകത്തും ഇതേ ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിനകത്ത് ഈ ദേശീയ വിരുദ്ധതയെ അംഗീകരിക്കുന്ന ഒരു പക്ഷം, ദേശസ്നേഹത്തെ അംഗീകരിക്കുന്ന പക്ഷം കോൺഗ്രസ്. പക്ഷെ കോൺഗ്രസിനകത്ത് ഇത്തരം രണ്ട് പക്ഷമുണ്ട്. ശശി തരൂര് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രത്തെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രസിനകത്ത് രണ്ട് വിഭാഗം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിലും അകത്തുണ്ട്. സാധാരണ പ്രവർത്തകരാരും തന്നെ ഈ തീവ്രവാദ സംഘടനകളുമായുള്ള CPM-ന്റെ സഖ്യത്തെ അംഗീകരിക്കുന്നില്ല. CPM-നകത്തും ദേശവിരുദ്ധതയും ദേശസ്നേഹവും തമ്മിൽ രണ്ട് ചേരി രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ ധ്രുവീകരണം എല്ലാം തന്നെ എൻ.ഡി.എക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശിക്കുന്നത്. അവിടെ ശശി തരൂരിനെ, അത് ദേശസ്നേഹത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരെ അവർ പ്രചരണ രംഗത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. കാരണം തീവ്രവാദ സംഘടനകളുമായി സഖ്യമുണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ആളുകളെ കൊണ്ടുവരാൻ അവർക്ക് പ്രയാസം ഉണ്ടാവും കോൺഗ്രസിൽ. സ്വാഭാവികമായിട്ട് സംസ്ഥാന ഭരണപക്ഷത്തിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തെ കുറിച്ച് വിലയിരുത്തും. ഇപ്പൊ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഇവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം, രണ്ട് ആശയങ്ങൾ തമ്മിൽ പ്രതിനിധീകരിക്കുന്ന രണ്ട് പക്ഷങ്ങൾ, രണ്ട് ചേരികൾ ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം BJP NDA നേതൃത്വം നൽകുന്ന ഒരു ചേരി, അത് വികസനത്തിന്റെ ചേരിയാണ്, അത് ദേശസ്നേഹത്തിന്റെ ദേശാഭിമാനത്തിന്റെ ചേരിയാണ്. ബാക്കി LDF UDF എന്നുള്ളത് വികസന വിരുദ്ധതയുടെ ചേരിയാണ്, ദേശവിരുദ്ധതയുടെ ചേരിയാണ്. അപ്പൊ വികസനവും വികസന വിരുദ്ധതയും തമ്മിലുള്ള പോരാട്ടം, ദേശീയതയും ദേശീയ വിരുദ്ധതയും തമ്മിലുള്ള പോരാട്ടം, ഇതാണ് നിലമ്പൂരിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതേ ധ്രുവീകരണമായിരിക്കും ഇനി വരാനിരിക്കുന്ന ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് ആരംഭം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലുള്ളത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, ഞങ്ങള് ഇപ്പം വോട്ടിന്റെ കണക്ക് അതൊന്നും ഞങ്ങളിപ്പം പറയുന്നില്ല, കാരണം ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളുടെ വികാരത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രവർത്തകർ 3-4 തവണ എല്ലാ വീടുകളും സമ്പർക്കം ചെയ്തിട്ടുണ്ട്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗതമായി CPM-ന് വോട്ട് നൽകുന്നവരെ വീടുകളിൽ പോയിട്ടുണ്ട്, വോട്ടർമാരെ കണ്ടിട്ടുണ്ട്. പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് നൽകുന്നവരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, സംവദിച്ചിട്ടുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ ഇവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അവർക്ക് ഇക്കാലം അത്രയും വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇരു മുന്നണികൾക്കും അകത്തും വോട്ട് ചോർച്ച ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയും.